നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണ മണ്ഡലകാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ശബരിമലയിലെ തിരക്കാണ്. വലിയ രീതിയിലാണ് ഈ ഒരു പ്രശ്നം ഭക്തരെ ബാധിച്ചത്. ഇപ്പോൾ ഇതാ പോലീസ് ഒരു നിർണായകമായ കണ്ടെത്തൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുകയാണ്. ശബരിമലയിലെ തിരക്കിന് കാരണമായത് 18ാം പടിയിൽ നിർമ്മിക്കുന്ന ഹൈഡ്രോളിക് മേൽക്കൂരയെന്ന് പോലീസ്. 18ാം പടിയിലൂടെ കൂടുതൽ ഭക്തരെ കയറ്റിവിടാനാകാത്തതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലുണ്ടായ ഭക്തജന തിരക്കിന് ഒരു കാരണമായി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ വർഷങ്ങളിൽ മണിക്കൂറിൽ 4200 ഭക്തരെ വരെ കയറ്റിവിട്ടിരുന്നു. ഇപ്പോഴത് 3600, 3900 വരെ മാത്രമാണ്. ഹൈഡ്രോളിക് മേൽക്കൂര, അതായത് സ്മാർട്ട് റൂഫ്, ഭക്തരെ പടി കയറ്റി വിടുന്നതിന് തടസ്സമാകുന്നുവെന്ന ആരോപണമാണ് പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. നാളികേരം ഉടച്ച ശേഷം പടി കയറാൻ എത്തുമ്പോൾ തൂണുകൾ തടസ്സമാണെന്ന് ഭക്തരും പരാതി പറയുന്നുണ്ട്. 7ാമത്തെ പടിയുടെ ഇരുവശത്തുമുള്ള തൂണുകൾ കാരണം പോലീസുകാർക്ക് ഭക്തരെ പിടിച്ചു കയറ്റാനാകുന്നില്ല എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നേരത്തെ പോലീസുകാർക്ക് കാലുറപ്പിച്ച് ചവിട്ടി നിൽക്കാൻ സാധിച്ചിരുന്നു. 18ാം പടിക്ക് മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂര നിർമ്മിക്കുന്നത് പടിപൂജയ്ക്ക് മഴ തടസ്സമാകാതിരിക്കാനാണ്. ഇതിനായി തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്നത് 18ാം പടിയുടെ മുന്നിലും ഇരുവശത്തുമായാണ്. ഇതിന്റെ രൂപരേഖ തന്നെ 18ാം പടിയുടെയും ഇരുവശത്തിന്റെ കാഴ്ച മറയ്ക്കുന്ന തരത്തിലാണ്. വാസ്തുപ്രകാരമാണ് തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മേൽക്കൂര നിർമ്മാണത്തിന് നേരെ കിട്ടിയ പരാതിയിൽ ഹൈക്കോടതി കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് വിശദീകരണം നൽകാനും കോടതി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. മേൽക്കൂര നിർമ്മാണത്തിൽ കോടതി നിർദ്ദേശം പാലിക്കുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. അതേസമയം മറ്റു വാർത്തകളിലേക്ക് നോക്കിയാൽ 4600ഓളം ഭക്തജനങ്ങളാണ് ഓരോ മണിക്കൂറിലും 18ാം പടി വഴി അയ്യപ്പ ദർശനം നടത്തുന്നത് എന്ന കണക്കുകൾ പുറത്തുവരികയാണ്. ഓരോ മിനിറ്റിലും 75ലധികം പേരെ പടി കയറ്റുന്നുണ്ട്. ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും കേരള ആംഡ് പോലീസും ചേർന്ന് 3 ബാച്ചുകളായാണ് 18ാം പടിയിൽ കർമ്മനിരതരായിരിക്കുന്നത്. ഓരോ ബാച്ചിലും 40 പേരാണുള്ളത്. 4 മണിക്കൂർ ഇടവേളകളിൽ ബാച്ചുകൾ മാറും. ഓരോ 20 മിനിറ്റിലും 18ാം പടിയിൽ നിൽക്കുന്ന 14 പേർ മാറി അടുത്ത 14 പേർ എത്തും. രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ശേഷമാണ് ശബരിമല ഡ്യൂട്ടിക്കായി തൃശൂരിലെ IRB ബറ്റാലിയന്റെ പുതിയ ബാച്ച് എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.